മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി? അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. IR സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി സ്റ്റഡി ഓഫ് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന മാറ്ററും അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എങ്ങനെയാണ്, അതിൽ നിന്ന് നമുക്ക് എന്താണ് ഗുണം, അത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻ വരുന്നു, അതാണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കുന്നത്. സോ മെയിൻലി ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ ഇൻറ്ററാക്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വിത്ത് എ മാറ്റർ. ബാക്കി ഡീറ്റെയിൽസിൽ നോക്കാം. Infrared radiation refers broadly to that of part of an electromagnetic spectrum between the visible and microwave radiation. അതായത് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ UV റേഡിയേഷനും വിസിബിൾ റേഡിയേഷനും ഇടയിൽ വരുന്ന ഒരു റേഡിയേഷനാണ് IR റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇറ്റ് കംസ് ബിറ്റ്വീൻ ദി വിസിബിൾ ആൻഡ് മൈക്രോവേവ് റേഡിയേഷൻ. ആൻഡ് IR റേഡിയേഷൻ്റെ വേവ് ലെങ്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.7 to 400 മൈക്രോമീറ്റർ ആണ്. ഇതറിഞ്ഞിരിക്കുക. ഇനി IR spectroscopy is based upon a selective absorption of IR radiation by the molecule which induces the vibration of the molecules of the compound. ഇതാണ് ഇതിൻ്റെ മെയിൻ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? IR സ്പെക്ട്രോസ്കോപ്പി is based upon the selective absorption of IR radiation. ഓക്കെ, അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന മാറ്റർ അല്ലെങ്കിൽ മോളിക്യൂള് സെലക്റ്റീവായിട്ട് IR റേഡിയേഷൻ ഉള്ള അല്ലെങ്കിൽ IR റേഡിയേഷനിലുള്ള ആ ഒരു പർട്ടിക്കുലർ റേഡിയേഷനെ മാത്രം എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം. അതിലൂടെ ആ മോളിക്യൂൾ എന്തുണ്ടാകുന്നു, വിച്ച് ഇൻഡ്യൂസ് എ വൈബ്രേഷൻ ഓഫ് ദി മോളിക്യൂൾ. ഈ രണ്ട് വാക്കുകളാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. IR സ്പെക്ട്രോസ്കോപ്പി ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഡീൽസ് വിത്ത് ദി ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ എന്താണ് IR റേഡിയേഷൻ വിത്ത് എ മാറ്റർ. അതായത് ഒരു പർട്ടിക്കുലർ ആ ഒരു സെലക്റ്റീവ് റേഞ്ചിലുള്ളതാണല്ലോ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫ്രാറെഡ് റേഡിയേഷനെ നമ്മുടെ മോളിക്യൂൾ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യുകയും അതിലൂടെ ആ മോളിക്യൂളിന് എന്ത് സംഭവിക്കുകയും ചെയ്യുന്നു, ഒരു വൈബ്രേഷണൽ എനർജി എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. വൈബ്രേഷൻ എനർജിയിൽ വ്യത്യാസം വരുന്നു. അതാണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇതിൻ്റെ വേവ് ലെങ്ത് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ അടുത്തൊരു റേഞ്ചും കൂടി ഓർത്തിരിക്കുക, 4000 to 1400. ഈ റേഞ്ചും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് IR സ്പെക്ട്രോസ്കോപ്പി. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. IR റീജിയനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നിയർ IR റീജിയൻ, മിഡ് IR റീജിയൻ, ഫാർ IR റീജിയൻ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. നിയർ IR റീജിയൻ്റെ വേവ് നമ്പറും ഉണ്ട്, വേവ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി IR സ്പെക്ട്രോസ്കോപ്പി എപ്പോഴും വേവ് നമ്പറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്, ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേവ് നമ്പറും വേവ് ലെങ്ത്തും അറിഞ്ഞിരിക്കുക, പക്ഷെ വേവ് നമ്പറാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിയർ IR റീജിയൻ്റെ വേവ് നമ്പർ എന്ന് പറയുന്നത് 1400 to എത്രയാണ്, 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. മിഡ് IR റീജിയൻ ആണെങ്കിൽ 4000 to 400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഫാർ IR റീജിയൻ എന്ന് പറയുന്നത് 400 to 10 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഈ മൂന്ന് റീജിയനിലേക്കും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റീജിയൻ എന്ന് പറയുന്നത് മിഡ് IR റീജിയൻ ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി അനലിറ്റിക്കൽ ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ കൺഫൈൻഡ് ടു ദി മിഡിൽ IR റീജിയൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ആർ ഹൈ ഇൻ ദിസ് റീജിയൻ. സോ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻറ്ററാക്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വിത്ത് എ മോളിക്യൂൾ. ഇൻഫ്രാറെഡ് റേഡിയേഷനുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ മോളിക്യൂളിൽ എന്ത് വ്യത്യാസം വരുന്നത്? ഒരു വൈബ്രേഷണൽ എനർജിയിലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ വേവ് നമ്പറും വേവ് ലെങ്ത്തുമാണ് ഓരോ റീജിയൻ്റെയും, നിയർ IR റീജിയൻ്റെയും മിഡ് IR റീജിയൻ്റെയും ഫാർ IR റീജിയൻ്റെയും. അതിൽ മിഡ് IR റീജിയനാണ് കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത്. കാരണം ഈ മിഡ് IR റീജിയനിലാണ് കൂടുതൽ എന്ത് നടക്കുന്നത്, അബ്സോർപ്ഷൻ നടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ IR റേഡിയേഷൻ്റെ അബ്സോർപ്ഷൻ കൂടുതൽ നടക്കുന്നത് മിഡ് IR റീജിയനാണ്. അതിൻ്റെ വേവ് ലെങ്ത് ഓർത്തിരിക്കുക, 4000 to 400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇത്രയും പോയിൻ്റാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അറിയേണ്ടത്. അടുത്തത് നമുക്ക് മെയിൻ പ്രിൻസിപ്പിൾ നോക്കാം.
The principle of IR spectroscopy is related to the vibrational and rotational energy of the molecule. അതായത് നമ്മൾ ഓൾറെഡി വൈബ്രേഷൻ എനർജിയുടെ കാര്യം പറഞ്ഞല്ലേ, അതായത് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന വഴി മോളിക്യൂളിന് എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഒരു വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുന്നത്. അതാണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിൽ മെഷർ ചെയ്യുന്നത്. വെൻ ദ ഫ്രീക്വൻസി, ഇനി എപ്പോഴാണ് ആ മോളിക്യൂളിന് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ എല്ലാ മോളിക്യൂളിനും IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയായിരിക്കണം മോളിക്യൂള്? വെൻ ദ ഫ്രീക്വൻസി ഓഫ് ദി IR റേഡിയേഷൻ ഈസ് ഈക്വൽ ടു ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ദ മോളിക്യൂൾസ് അബ്സോർബ് IR റേഡിയേഷൻ. ഈ ഒരു പോയിന്റ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. സോ ആദ്യമേ നമ്മൾ പറഞ്ഞു IR റേഡിയേഷൻ ഈസ് ദി IR സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി ഇന്ററാക്ഷൻ ഓഫ് എ മോളിക്യൂൾ വിത്ത് എന്താണ്, ഇന്ററാക്ഷൻ ഓഫ് എ മോളിക്യൂൾ വിത്ത് IR റേഡിയേഷൻ. ഇനി ആ മോളിക്യൂളിൽ ഏത് എനർജിയിലാണ് വ്യത്യാസം വരേണ്ടത്? വൈബ്രേഷണൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ എനർജിയിലാണ് വ്യത്യാസം വരേണ്ടത്. സോ എപ്പോഴാണ് ഒരു മോളിക്യൂളിന് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ കൊടുക്കുന്ന IR റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്തിനോട് ഈക്വൽ ആകണം? ആ മോളിക്യൂളിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനോട് എപ്പം ഈക്വൽ ആകുന്നു ആ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും മോളിക്യൂൾ എന്തിനെ അബ്സോർബ് ചെയ്യുക? IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുക. The applied infrared frequency should be equal to the natural frequency of vibration. So ആ സമയത്തായിരിക്കും നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി മെഷർ ചെയ്യുന്നത്. ഇനി അബ്സോർപ്ഷൻ ഓഫ് IR റേഡിയേഷൻ വിൽ കോസസ് ദി എക്സൈറ്റേഷൻ ഓഫ് എ മോളിക്യൂൾ ഫ്രം എ ലോവർ ടു ഹയർ വൈബ്രേഷണൽ ലെവൽ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്ന വഴി മോളിക്യൂളിന്റെ എനർജി ലെവലിൽ വ്യത്യാസം വരുന്നു. അതായത് E0 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് മോളിക്യൂള് E1 എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസിഷൻ നടക്കുന്നു. Each vibrational level is associated with a number of closely packed rotational level. ഓരോ ഈ വൈബ്രേഷണൽ ലെവൽ, ഇപ്പം ഇതൊരു ലെവലാണ്, ഇതൊരു ലെവലാണ്, ഈ ഓരോ ലെവലിലും എന്തുണ്ട്? ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള റൊട്ടേഷണൽ എനർജിയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. Therefore the IR spectroscopy is also called vibrational rotational spectroscopy എന്നും പറയാൻ സാധിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. Okay, so first എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി? ഇസ് ദ ഇന്ററാക്ഷൻ ഓഫ് എ മോളിക്യൂൾ വിത്ത് IR റേഡിയേഷൻ. എപ്പോഴായിരിക്കും ഒരു മോളിക്യൂളിന് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുക? when the frequency of the IR radiation is equal to the natural frequency of vibration. IR റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ മോളിക്യൂൾ എന്താ സംഭവിക്കുക? അബ്സോർപ്ഷൻ ഓഫ് IR റേഡിയേഷൻ വിൽ കോസസ് ദി എക്സൈറ്റേഷൻ ഓഫ് ദി മോളിക്യൂൾ ഫ്രം എ ലോവർ ടു ഹയർ വൈബ്രേഷണൽ ലെവൽ. അങ്ങനെ ഓരോ ലെവലും എന്ത് എനർജിയും ഇൻവോൾവ് ആണ് അവിടെ? റൊട്ടേഷണൽ എനർജിയും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പിയെ എന്തെന്നും വിളിക്കാം? വൈബ്രേഷണൽ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നും വിളിക്കാൻ സാധിക്കുന്നു. പിന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ ആണ് 3 IR റീജിയൻസ് അറിഞ്ഞിരിക്കുക. നിയർ IR, മിഡ് IR ആൻഡ് ഫാർ IR റീജിയൻ. അതിൻ്റെ വേവ് നമ്പറും വേവ് ലെങ്ത്തും ഓർത്തിരിക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മിഡ് IR റീജിയൻ ആണെന്നും. എന്തുകൊണ്ട് മിഡ് IR റീജിയൻ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ വരുന്നു? ബിക്കോസ് അബ്സോർപ്ഷൻ ഓഫ് ദി ഓർഗാനിക് മോളിക്യൂൾസ് ആർ ഹൈ ഇൻ ദിസ് റീജിയൻ. അതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്തത്, then the absorption of IR radiation take place and a peak is observed. നമുക്ക് ഫൈനൽ എന്താണ് കിട്ടുന്നത്? ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? E0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കുന്നവ എന്ത് ചെയ്യുന്നു? E1 എന്ന് പറയുന്ന അടുത്ത വൈബ്രേഷണൽ സ്റ്റേറ്റിലോട്ട് പോകുന്നു. അല്ലെങ്കിൽ V0, നമുക്ക് വൈബ്രേഷണൽ എനർജി ആയിട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. V0ൽ നിന്നും V1ലോട്ട് പോകുന്നു. അത് നമുക്ക് ഈ ഒരു എക്സൈറ്റേഷൻ നമുക്ക് എന്തായിട്ട് കിട്ടുന്നു? പീക്കായിട്ട് ഫൈനലി കിട്ടുന്നു. The different functional group absorb characteristic frequency of the IR radiation, hence gives the characteristic peak value. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് IR സ്പെക്ട്രോസ്കോപ്പിയിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഓരോ മോളിക്യൂൾ എടുത്ത് ഒരു പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിനകത്തുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ OH ഗ്രൂപ്പ് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ആണെങ്കിൽ CHO അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിലുള്ള IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അതായത് IRന്റെ റേഞ്ച് നമ്മൾ പറഞ്ഞായിരുന്നു. മിഡ് IR റീജിയന്റെ റേഞ്ച് എത്രയാണ്? 4000 to 400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഉണ്ട്. ഇതിനകത്തുള്ള പല ഫ്രീക്വൻസീസുകളിലും അതെന്ത് ചെയ്യും? അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനും ഓരോ പർട്ടിക്കുലർ എന്തുണ്ട്? വേവ് ലെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ വേവ് നമ്പറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്.
അത് ഏതാന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. The different functional group absorb a characteristic frequencies of IR radiation, hence gives a characteristic peak value. Band intensities can be given in terms of transmittance or absorbance. നമുക്ക് ഫൈനലി കിട്ടുന്ന ബാൻഡ് ഇന്റൻസിറ്റി എന്തിന്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ അബ്സോർബൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസ്. പിന്നെ പൊസിഷൻ ഓഫ് ബാൻഡ്, ബാൻഡ് ഇന്റൻസിറ്റി എന്ത് ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റൻസ് ഓർ അബ്സോർബൻസ് എ, ട്രാൻസ്മിറ്റൻസ് ടി, ഓർ പൊസിഷൻ ഓഫ് ബാൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ ഓർ വേവ് ലെങ്ത് ലാംഡ. ഇത്രയും പോയിന്റ് ആണ് അടുത്തറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇന്ററാക്ഷൻ ആണെന്ന് പറഞ്ഞു. നാച്ചുറൽ ഫ്രീക്വൻസി വൈബ്രേഷണൽ ഫ്രീക്വൻസിയുമായിട്ട് എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ പർട്ടിക്കുലർ മൊമെന്റിലായിരിക്കും മോളിക്യൂള് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത്. IR റേഡിയേഷനെ അബ്സോർബ് ചെയ്തതിന് ശേഷം മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ലെവലിൽ വ്യത്യാസം വരുന്നു. സിംഗിൾ എക്സൈറ്റഡ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നവ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. നമുക്ക് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പും ഒരു പർട്ടിക്കുലർ എന്താണ് ഫ്രീക്വൻസിയിലുള്ള IR റേഡിയേഷനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പീക്ക് വാല്യൂ കിട്ടുന്നു. നമുക്ക് ഫൈനലി കിട്ടുന്ന ബാൻഡിന്റെ ഇന്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് ട്രാൻസ്മിറ്റൻസ് അല്ലെങ്കിൽ അബ്സോർബൻസ് എന്നുള്ള ടേമിലും, ആൻഡ് പൊസിഷൻ ഓഫ് ബാൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേം ഓഫ് വേവ് നമ്പർ ഓർ വേവ് ലെങ്ത്. In IR spectra, wave numbers are used instead of wavelength to mentioning the characteristic peak, as this unit has an advantage of being linear with the energy of radiation. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു, പൊസിഷൻ ഓഫ് ദി ബാൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ ഓർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു. രണ്ട് ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെങ്കിലും IR സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വേവ് നമ്പറാണ്. അതിന് കാരണവും പറയുന്നുണ്ട്. എന്താണ്? This unit has an advantage of being linear with the energy of radiation. നമ്മുടെ ഏത് റേഡിയേഷൻ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുമായിട്ട് ഈ യൂണിറ്റ് എന്താണ്, ലീനിയർ ആണ്. ആ ഒരു റീസൺ കാരണം നമ്മൾ കൂടുതൽ IR സ്പെക്ട്രോസ്കോപ്പിൽ ഏത് ടേം ആണ് യൂസ് ചെയ്യുന്നത്, വേവ് നമ്പർ ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് വേവ് ലെങ്ത്. ഓക്കെ, E is equal to hc by lambda അല്ലെങ്കിൽ E is equal to hcn. ഇതിൽ ഓരോന്നും എന്താന്ന് പറയുന്നുണ്ട്. N is equal to 1 by lambda ആണ്, C വെലോസിറ്റി ആണ്, H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്തത് ഇപ്പം നമ്മൾ എന്താണ് IR സ്പെക്ട്രോസ്കോപ്പിയുടെ ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ പറഞ്ഞു അല്ലേ. IR സ്പെക്ട്രോസ്കോപ്പി മോളിക്യൂൾസ് IR റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതിലൂടെ അതിന്റെ വൈബ്രേഷണൽ എനർജിയിൽ വ്യത്യാസം വരുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ആ പർട്ടിക്കുലർ മോളിക്യൂളിലുള്ള ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് പീക്കിലായിരിക്കും ഈ IR റേഡിയേഷൻ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. അതായിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന അതിന്റെ പീക്ക് എന്ന് പറയുന്നത്. സോ IR സ്പെക്ട്രോസ്കോപ്പി ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ആൻഡ് ബാൻഡ് പൊസിഷനും അതേപോലെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് വേവ് നമ്പർ ആണെന്ന് പറഞ്ഞു ഇൻസ്റ്റെഡ് ഓഫ് വേവ് ലെങ്ത്. അതിന്റെ റീസണും പറഞ്ഞു. ഇനി എല്ലാ മോളിക്യൂൾസിനും IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ അബ്സോർബ് ചെയ്യാനായിട്ട്? ഒരെണ്ണം നമ്മൾ പറഞ്ഞു, നാച്ചുറൽ ഫ്രീക്വൻസിയോട് എപ്പോഴാണോ IR റേഡിയേഷന്റെ ഫ്രീക്വൻസി ഈക്വൽ ആകുന്നത് ആ പർട്ടിക്കുലർ ടൈമിലായിരിക്കും, ആ മൊമെന്റിലായിരിക്കും മോളിക്യൂൾസ് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കൂടാതെ എന്തെങ്കിലും ക്രൈറ്റീരിയ വേണം ഒരു മോളിക്യൂള് IR സ്പെക്ട്രോസ്കോപ്പിയിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ മോളിക്യൂളിന് വേണ്ടുന്ന മറ്റെന്തെങ്കിലും ക്രൈറ്റീരിയാസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്യാസ് ക്രോമറ്റോഗ്രാഫിയിൽ നമ്മളൊരു മോളിക്യൂൾ ഉപയോഗിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വോളറ്റൈൽ ആണെന്ന് പറയണം. അതേപോലെ തന്നെ ഒരു മോളിക്യൂൾ നമ്മൾ IR റേഡിയേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ IR സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ ആ ഒരു മോളിക്യൂളിന് വേണം. ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ആണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, സീറോ ആകാൻ പാടില്ല. സീറോ ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു മോളിക്യൂളിന് എന്ത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല, IR സ്പെക്ട്രോസ്കോപ്പി മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഫസ്റ്റ് ക്രൈറ്റീരിയൻ ഏത് തന്നെയാണ്, ഡൈപോൾ മൊമെന്റിന്റെ കാര്യമാണ്. കണ്ടോ, a bond in a molecule can absorb IR radiation only when there is a change in dipole moment. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ആ പർട്ടിക്കുലർ മോളിക്യൂളിനെ എന്ത് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കണം, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ടാവണം ഡ്യൂ ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി IR റേഡിയേഷൻ. IR റേഡിയേഷൻ എന്ന് വീഴുമ്പോൾ അതിൽ ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വന്നാൽ മാത്രമേ ആ ഒരു മോളിക്യൂൾ എന്ത് എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ, IR സ്പെക്ട്രം IR റേഡിയേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാനും IR സ്പെക്ട്രം ഇൻഡ്യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. The electric charges, the positive and negative on the atoms of molecule experience force in opposite direction
As a result, the spacing between the charged atom or electric dipole of the molecule also decrease. ഈ ഡൈപോൾ മൊമെന്റ് എക്സിബിറ്റ് ചെയ്യാത്ത മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം O2, H2 എന്നീ മോളിക്യൂൾസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നില്ല. അത് സെയിം മോളിക്യൂൾ അല്ലേ, വ്യത്യാസം വരുന്നില്ല ചാർജസ് തമ്മിൽ, സെയിം മോളിക്യൂൾസ് ആണ്. ഇവയൊന്നും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നില്ല, ഡൈപോൾ മൊമെന്റ്, നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അതുകൊണ്ട് തന്നെ IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ക്യാൻ എക്സിബിറ്റ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ വിൽ എക്സിബിറ്റ് IR സ്പെക്ട്രം. അതിൽ ചിലപ്പോൾ O2 കാണും. O2 എന്ത് ചെയ്യത്തില്ല, IR സ്പെക്ട്രം കാണിക്കത്തില്ല, കാരണം O2ൽ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് കാണിക്കത്തില്ല. H2 അതേപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണിക്കാത്ത രണ്ട് മോളിക്യൂളിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. O2, H2 പോലുള്ളവയൊന്നും എന്ത് ചെയ്യത്തില്ല, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് IR സ്പെക്ട്രം ഉണ്ടാവില്ല, അത് ക്രൈറ്റീരിയയിൽ വരുന്നില്ല. ദീസ് ചാർജ്ഡ് ആറ്റംസ് വെൻ വൈബ്രേറ്റ്, അതായത് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ആറ്റംസ് അതിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഡൈപോൾ മൊമെന്റിലും വ്യത്യാസം വരത്തുള്ളൂ. സോ ദെൻ ദീസ് ചാർജ്ഡ് ആറ്റംസ് വൈബ്രേറ്റ്, അബ്സോർബ് ദി IR radiation. If the rate of vibration charged atom is fast, they exhibit an intense absorption of radiation and vice versa. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HCl എന്നൊരു കോമ്പൗണ്ട് ആണെങ്കിൽ ഇതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നുണ്ട്. ഈ മോളിക്യൂൾ എന്ത് എക്സിബിറ്റ് ചെയ്യും, IR സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യും. This charged atom when vibrated, that will absorb the IR radiation. If the rate of vibration in the charged atom is fast, they exhibit an intense absorption of radiation. അതായത് ഇപ്പോൾ ചാർജ്ഡ് മോളിക്യൂൾസ് ആണ്, ഇതിൽ ഡൈപോൾ മൊമെന്റിൽ വ്യത്യാസം വരുന്നുണ്ട്, IR റേഡിയേഷൻ അബ്സോർബും ചെയ്യുന്നുണ്ട്. IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിന്റെ വൈബ്രേഷണൽ എനർജിയിൽ, അതായത് വൈബ്രേഷണൽ റേറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് എന്തും കൂടും. They will exhibit a fast intense absorption of radiation. സോ വൈബ്രേഷണൽ ട്രാൻസിഷൻ ഓഫ്, കണ്ടോ, ഇതെല്ലാം ഈ മോളിക്യൂൾസ് എല്ലാം എന്ത് എക്സിബിറ്റ് ചെയ്യുന്നതാണ്, IR റേഡിയേഷൻ അല്ലെങ്കിൽ IR സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്, ഇതെല്ലാം എന്താണ്, ഓപ്പോസിറ്റ് ചാർജ് ഉള്ളവയാണ്. അതേസമയം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ H2, N2, O2 എന്നും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ IR സ്പെക്ട്രത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. വൈബ്രേഷണൽ ട്രാൻസിഷൻ ഓഫ് C ഡബിൾ ബോണ്ട് O, NH, OH എക്സെട്ര occurs due to the change in dipole moment, thus absorb the IR radiation. So ഈ ഗ്രൂപ്പുകൾക്കൊക്കെ എന്തിന് എക്സിബിറ്റ് ചെയ്യാൻ കഴിവുണ്ട്, IR സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്കോസ് എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഇപ്പൊ പറഞ്ഞ H2, N2, O2 പോലുള്ളവയൊന്നും എന്ത് ചെയ്യത്തില്ല, ഡു നോട്ട് എക്സിബിറ്റ് എന്താണ്, IR, ഡു നോട്ട് അബ്സോർബ് IR റേഡിയേഷൻ. കാരണം എന്താണ്, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നില്ല. ഇതാണ് IR സ്പെക്ട്രത്തിൽ എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഒരു ഫാർ IR, മിഡ് IR റീജിയൻ്റെ റേഞ്ച് ചോദിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെക്ട്രോസ്കോപ്പി ഏത്, UV, വിസിബിൾ, മാസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ കാണും. മെയിൻലി എന്താണ്, IR സ്പെക്ട്രോസ്കോപ്പിയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദിക്കുന്നത് ഇതേപോലെ മോളിക്യൂൾസ് എന്നിട്ട് ഇതിൽ ഏതായിരിക്കും IR സ്പെക്ട്രം കാണിക്കുന്നത്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റിൽ ഏതിലാണോ ചേഞ്ച് വരുന്നത് അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, IR സ്പെക്ട്രം കാണിക്കത്തുള്ളൂ. ഇല്ലാത്തതിന് എക്സാമ്പിളാണ് ഇവയെല്ലാം. അടുത്തൊരു ക്രൈറ്റീരിയ, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്തായിരുന്നു, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അടുത്തത്, എ മോളിക്യൂൾ അബ്സോർബ് റേഡിയേഷൻ only when the frequency of the incident radiation is equal to the natural frequency of vibration of the part of molecule. ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്, ഇതൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ തന്നെയാണ്. എപ്പോഴാണോ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനോട് എന്ത് ഈക്വൽ ആകുന്നു, നമ്മൾ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസിഡന്റ് IR റേഡിയേഷന്റെ ഫ്രീക്വൻസി ഈക്വൽ ആകുന്നു, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. After the absorption of a correct wavelength of radiation, the molecule vibrate at an increased amplitude due to the absorbed IR energy. ഏത് പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലാണെങ്കിൽ ഏത് പർട്ടിക്കുലർ എനർജിയിലാണോ ഇവരുടെ രണ്ടുപേരുടെയും ഫ്രീക്വൻസി ഈക്വൽ ആകുന്നത്, അബ്സോർബ്ഡ് റേഡിയേഷൻ അത് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു റേഡിയേഷനെ, എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നു, വൈബ്രേഷൻ എനർജിയിൽ വ്യത്യാസം വരുന്നു. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. അതായത് വൈബ്രേഷണൽ എനർജിയിൽ നമുക്കിനി അടുത്തതിൽ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു IR റേഡിയേഷനിൽ വൈബ്രേഷണൽ എനർജിയിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു, വൈബ്രേഷണൽ എനർജിയിലാണ് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് വൈബ്രേഷൻ, അതായത് മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ.
ഫസ്റ്റ് തന്നെ പറഞ്ഞു IR സ്പെക്ട്രോസ്കോപ്പി ഈസ് ദ ഇൻറ്ററാക്ഷൻ ഓഫ് ദി മോളിക്യൂൾ വിത്ത് IR റേഡിയേഷൻ ആണല്ലോ പറഞ്ഞത്. ആ മോളിക്യൂളിലുണ്ടാകുന്ന വൈബ്രേഷണൽ എനർജിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിൽ മെഷർ ചെയ്യുന്നതെന്നും പറഞ്ഞു. ടൈപ്സ് ഓഫ് വൈബ്രേഷൻ, അടുത്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മോളിക്യൂൾസിൽ കാണപ്പെടുന്ന വൈബ്രേഷൻസ് ഏതൊക്കെയെന്നുള്ളത്. പ്രധാനമായിട്ടും 2 തരം വൈബ്രേഷൻസ് ആണ് മോളിക്യൂൾ എക്സിബിറ്റ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രെച്ചിങ്ങും രണ്ടാമത്തത് ബെൻഡിങ്ങും. ഓക്കെ, ഏതൊക്കെയാണ്? സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻസ് ആണ് പ്രധാനമായിട്ടും ഒരു മോളിക്യൂളിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. വൈബ്രേഷണൽ എനർജി എന്താണെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം മോളിക്യൂളിൻ്റെ ഇപ്പം UV സ്പെക്ട്രോസ്കോപ്പിലാണെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷനിലാണ് വ്യത്യാസം വരുന്നത്. അതേസമയം IR സ്പെക്ട്രോസ്കോപ്പിയിൽ വൈബ്രേഷണൽ ട്രാൻസിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ 2 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്, സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും. സ്ട്രെച്ചിങ് തന്നെ സിമെട്രിക്കും ഉണ്ട് അസിമെട്രിക്കും ഉണ്ട്. ബെൻഡിങ് തന്നെ 4 ടൈപ്പ് ഉണ്ട്, സിസറിങ്, റോക്കിംഗ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് പോകുന്നേക്കാൾ മുമ്പ് നമുക്ക് ഒരു മോളിക്യൂളിൽ എത്ര വൈബ്രേഷണൽ മോഡ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് അത് രണ്ടിനും ലീനിയർ മോളിക്യൂൾസിനും നോൺ ലീനിയർ മോളിക്യൂൾസിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ലീനിയർ മോളിക്യൂൾസ് ആണെങ്കിൽ ലീനിയർ മോളിക്യൂൾസും ഉണ്ട്, നോൺ ലീനിയർ മോളിക്യൂൾസും ഉണ്ട്. ലീനിയർ മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, അതിൽ തന്നെ ടൈപ്സ് പറഞ്ഞു. ഇപ്പോൾ ഒരു മോളിക്യൂള് എത്ര ടൈപ്പ്, നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ലീനിയർ മോളിക്യൂൾസിനാണെങ്കിൽ അത് 3n-5 ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നോൺ ലീനിയർ മോളിക്യൂൾസിനാണെങ്കിൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് 3n-6 ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്കിപ്പം ലീനിയർ മോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ് HCl-ഉം CO2. ഇപ്പം HCl-നകത്താണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. H ഒന്ന് ക്ലോറിൻ്റെ ഒരു മോളിക്യൂൾ, അതായത് 2 ആണ്. അപ്പം HCl-ൽ എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്? 3 × 2 - 5 എത്ര ഉണ്ടാകും? 3 × 2 6, 6 - 5 1 വൈബ്രേഷനേ ഉണ്ടാവത്തുള്ളൂ. ഇനി CO2-ൽ എത്ര നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെയാണ്? 3, ഇത് എത്രയുണ്ട്? ഓക്സിജൻ 2ഉം കാർബൺ 1ഉം, അപ്പം 3 എണ്ണം ഉണ്ട്. 3 × 3 - 5 3 × 3 9, 9 - 5 4 വൈബ്രേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ നോൺ ലീനിയർ മോളിക്യൂൾസിനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2 ആണെങ്കിൽ ഹൈഡ്രജൻ 2, ഓക്സിജൻ 1, അപ്പം 3. അപ്പം 3 × 3 - 6 എത്ര വരും? 3 വരും അല്ലേ? അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഒരു മോളിക്യൂളിൽ എത്ര തരം വൈബ്രേഷൻസ് ഉണ്ടാകും? സ്ട്രെച്ചിങ്ങും ബെൻഡിങ് വൈബ്രേഷൻ ഉണ്ടാകും. സ്ട്രെച്ചിങ് തന്നെ സിമെട്രിക് അസിമെട്രിക്കും ഉണ്ട്. ബെൻഡിങ് തന്നെ സിസറിങ്, റോക്കിംഗ്, വാഗിങ്, ട്വിസ്റ്റിംഗ് ഉണ്ട്. നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. ലീനിയർ മോളിക്യൂൾസിനാണെങ്കിൽ 3n-5 ആയിരിക്കും. നോൺ ലീനിയർ മോളിക്യൂൾസിനാണെങ്കിൽ 3n-6 ആയിരിക്കും. 2 എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ലീനിയർ മോളിക്യൂൾസിന് എക്സാമ്പിളാണ് HCl, CO2 ഒക്കെ എന്താണ്? ലീനിയർ മോളിക്യൂളാണ്. നോൺ ലീനിയർ മോളിക്യൂൾ ബെൻ ടൈപ്പ് ആണല്ലോ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ലീനിയർ അല്ല, ബെൻഡ് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ H2-ൻ്റെ എന്താണ് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 3n-6 എന്നുള്ള ഇക്വേഷനും അല്ലെങ്കിൽ ഫോർമുലയോ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രെച്ചിങ് വൈബ്രേഷൻ നോക്കാം. They involve the movement of atom within the same bond axis such that the bond length changes without any change in bond angle in regular interval. ഇത് അങ്ങനെ എന്താണ് ഡെഫിനേഷൻ വെച്ചിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. IR സ്പെക്ട്രോസ്കോപ്പിൽ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഡെഫിനേഷൻ ചോദിച്ചിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള വരും അപ്കമിങ് എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്? ദ മൂവ്മെന്റ് ഓഫ് ആറ്റം വിത്തിൻ ദി സെയിം ബോണ്ട് ആക്സ് ആണ്. അതുകൊണ്ട് തന്നെ ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തിൽ ചേഞ്ച് വരുന്നില്ല? ബോണ്ട് ആംഗിളിൽ വ്യത്യാസം വരുന്നില്ല. ഇനി symmetrical molecules like OC double bond are not IR active because no change in dipole moment is observed upon the stretching vibration. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യം അല്ലേ. ഒരു മോളിക്യൂളിലെ എന്ത് വൈബ്രേഷൻ എനർജി
ഇപ്പോൾ രണ്ട് തരം വൈബ്രേഷൻ പറഞ്ഞു, സ്ട്രെച്ചിങ്ങും ഉണ്ട് ബെൻഡിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് IR ആക്റ്റീവ് അല്ല. അതിന് കാരണം ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നില്ല. വെൻ ഇറ്റ് ഈസ് ഒബ്സർവ് ഡ്യൂറിംഗ് ദ സ്ട്രെച്ചിങ് വൈബ്രേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻ നടക്കുമ്പോൾ അതിൽ എന്ത് വരണം, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരണം എന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്താണ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നതാണ്, സെയിം ബോണ്ട് ആക്സിൽ തന്നെ ആയിരിക്കും എന്ത് നടക്കുന്നത്, മോളിക്യൂൾസ് മൂവ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ എന്തിൽ ചേഞ്ച് വരുന്നില്ല, ബോണ്ട് ആംഗിളിൽ വ്യത്യാസം വരുന്നില്ല. അതാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഇനി സ്ട്രെച്ചിങ് വൈബ്രേഷൻ തന്നെ സിമെട്രിക്കലും ഉണ്ട് അസിമെട്രിക്കലും ഉണ്ട്. ദ ആറ്റംസ് ഓഫ് ദ മോളിക്യൂൾസ് എയ്തർ മൂവ് എവേ ഓർ ടുവേർഡ്സ് ദ സെൻട്രൽ ആറ്റം ബട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതിനെയാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. എന്താണ്, മോളിക്യൂൾസിലെ ആറ്റംസ് ഒന്നെങ്കിൽ ടുവേർഡ്സ് ദ സെൻട്രൽ ആറ്റം അങ്ങനെ ആകാം, ഓർ എന്തായിരിക്കാം, എവേ ഫ്രം ദ സെൻട്രൽ ആറ്റം ആകാം. ഓക്കെ, പക്ഷേ സെയിം ഡയറക്ഷനിലായിരിക്കും. അതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അതേസമയം അസിമെട്രിക്കൽ അപ്പോൾ എന്തായാലും അത് വരത്തില്ല. വൺ ആറ്റം അപ്രോച്ച് ടുവേർഡ്സ് ദ സെൻട്രൽ ആറ്റം വൈൽ അതേഴ്സ് ദി ഡിപ്പാർട്ട്. അതായത് ഒരെണ്ണം സെൻട്രൽ ആറ്റത്തേക്ക് വരുമ്പോൾ മറ്റൊരെണ്ണം അവിടുന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ച് പോവുമായിരിക്കും ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ അസിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് തന്നെ പിടികിട്ടും അല്ലേ. അതായത് രണ്ട് മോളിക്യൂൾസ് ഉണ്ട്, ഒരു മോളിക്യൂൾസിൽ രണ്ട് ആറ്റംസ്, ഒരാൾ സെൻട്രൽ ആറ്റത്തിലോട്ട് വരുന്നു, മറ്റൊരാൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. ഇത് അസിമെട്രിക്കലാണ്. രണ്ടും ഒരേ ദിശയിലോട്ടാണ്, സെൻട്രൽ ആറ്റത്തിനെ ഫോക്കസ് ചെയ്തു അല്ലെങ്കിൽ സെൻട്രൽ ആറ്റത്തിൽ നിന്ന് രണ്ടും ഒരേ ദിശയിൽ തിരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും, അത് സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്നും വിളിക്കുന്നു. ഇത് പാടില്ല, എളുപ്പമാണ് പഠിക്കാൻ. അടുത്തത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, സിമെട്രിക്കൽ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അതാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അസിമെട്രിക്കൽ നോക്കൂ, ഒരെണ്ണം ടുവേർഡ്സ് ദ സെൻട്രൽ ആറ്റം പോകുന്നു, ഒരെണ്ണം എവേ ഫ്രം ദി സെൻട്രൽ ആറ്റം പോകുന്നു. ഇതാണ് സിമെട്രിക്കൽ ആൻഡ് സിമെട്രിക്കൽ സ്ട്രെച്ചിങ്. ഈ ഒരു പിക്ചർ ഒന്ന് നോക്കി പഠിച്ചു വെച്ചാൽ മതി, അപ്പം എളുപ്പമുണ്ടായിരിക്കും. അത് ആ ഒരു ഡെഫിനേഷൻ കാണാതെ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കണ്ടോ, സിമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങിൽ മോളിക്യൂൾസിൽ നിന്നും ആറ്റംസ് എന്ത് ചെയ്യുന്നത്, ഒരേ ഡയറക്ഷനിലാണ് രണ്ടും എന്ത് ചെയ്യുന്നത്. ഇതിപ്പോൾ എവേ ഫ്രം ദ ആറ്റം ആണ് കാണിക്കുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ ഒരെണ്ണം ടുവേർഡ്സ് ദ ആറ്റം, ഒരെണ്ണം എവേ ഫ്രം ദ സെൻട്രൽ ആറ്റം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അത് അസിമെട്രിക്കൽ ആയത്. ഇനി അടുത്തത് ബെൻഡിങ് വൈബ്രേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത്, സ്ട്രെച്ചിങ്. അടുത്ത നമ്മൾ ബെൻഡിങ് ആണ്. സ്ട്രെച്ചിങ്ങിൽ എന്താ വരുന്നത്, ബോണ്ട് ആംഗിൾ ചേഞ്ച് വരുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബെൻഡിങ് നോക്കൂ, they involve the movement of atoms which are attached to a common central atom such that there is a change in bond axis and bond angle. Okay, bond angle-ലും bond axis-ലും എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട് of individual atom without a change in their bond length. പിന്നെ എന്തിലാണ് വ്യത്യാസം വരാത്തത്, bond length സെയിം ആയിരിക്കും, അതേസമയം bond angle and bond axis having a change in bending vibration. Bending vibration generally requires less energy and occur at a longer wavelength than stretching vibration. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പ് പോയിന്റ് ആണ്. രണ്ട് ടൈപ്പ് വൈബ്രേഷൻ ഉണ്ടെന്ന് അറിയാം, സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും. സ്ട്രെച്ചിങ്ങിനകത്ത് ബോണ്ട് ആംഗിൾ എന്ത് വരുന്നില്ല എന്ന് പറഞ്ഞു, ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ബെൻഡിങ്ങിനകത്താണെങ്കിൽ എന്തിൽ വരുന്നുണ്ട്, ബോണ്ട് ആംഗിളിലും ബോണ്ട് ആക്സിലും വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. സ്ട്രെച്ചിങ് സിമെട്രിക്കലും അസിമെട്രിക്കലും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ബെൻഡിങ് വൈബ്രേഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ്ങിന് വേണ്ടത് അത്ര എനർജി ബെൻഡിങ്ങിന് ആവശ്യമില്ല, റിക്വയർസ് ലെസ് എനർജി ആൻഡ് ദാറ്റ് വിൽ ഒക്കേഴ്സ് അറ്റ് എ ലോങ്ങർ വേവ് ലെങ്ത് ദാൻ ദി സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പോൾ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും എടുത്തു നോക്കുവാണെങ്കിൽ മോളിക്യൂൾസിന് കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ എനർജി കുറവ് ഏതിന് മതി, ബെൻഡിങ്ങിന് മതി എന്നാണ് പറയുന്നത്. അതൊരു ടോപ്പിക്കാണ്. ഇനി ടൈപ്സ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻ, ഇൻപ്ലെയിനും ഉണ്ട് ഔട്ട്പ്ലെയിൻ വൈബ്രേഷനും ഉണ്ട്. ഇൻപ്ലെയിൻ വൈബ്രേഷനിൽ വരുന്നതാണ് സിസറിങ്ങും റോക്കിങ്ങും. ഔട്ട്പ്ലെയിൻ വൈബ്രേഷനിൽ വരുന്നതാണ് ട്വിസ്റ്റിംഗ് ആൻഡ് വാഗിങ്. നോക്കാം എന്താണ് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ആദ്യമേ ഇൻപ്ലെയിൻ വൈബ്രേഷൻ നോക്കാം. അതിൽ വരുന്നതാണല്ലോ റോക്കിംഗ് എന്ന് പറയുന്നത്. ഇൻപ്ലെയിൻ ബെൻഡിങ് ഓഫ് ആൻ ആറ്റം occurs wherein they swing back and forth with respect to the central atom. നമ്മൾ പിക്ചറിൽ കാണിക്കാം എന്താന്നുള്ളത്. എന്താണ് സ്വിങ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഒരു ഊഞ്ഞാല് പോലെ സ്വിങ് ബാക്ക് ചെയ്യാണ്, ബാക്ക് ആൻഡ് ഫോർത്ത്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ സ്വിങ് ബാക്ക് ചെയ്യാണ്. ഇതൊരു സെൻട്രൽ ആറ്റം ഇവിടെ ഉണ്ട്. സ്വിങ് ബാക്ക് ചെയ്ത് ഫോർത്ത് പോകുന്നു, ബാക്ക് പോകുന്നു, ഫോർത്ത് പോകുന്നു, അങ്ങനെ പോകുന്ന മോഷനെയാണ് എന്ത് വിളിക്കുന്നത്, റോക്കിംഗ് എന്ന് വിളിക്കുന്നത്. സിസറിംഗ് എന്ന് പറയുമ്പം ഇൻപ്ലെയിൻ ബെൻഡിങ് ഓഫ് ആൻ ആറ്റം occur where they move back and forth and they approach to each other. ഇനി ഔട്ട്പ്ലെയിൻ വൈബ്രേഷനിൽ ട്വിസ്റ്റിങ്ങും ഉണ്ട് വാഗിങ്ങും ഉണ്ട്.
വാഗിംഗ് എന്ന് പറഞ്ഞാൽ 2 atoms ഓസിലേറ്റ് അപ്പ് ആൻഡ് ബിലോ ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ഈച്ച് ദർ. അതായത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. ഇപ്പൊ സെൻട്രൽ ആറ്റത്തിൽ നിന്നും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാഗിംഗ് എന്ന് പറയുന്നത്. ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരെണ്ണം മൂവ് അപ്പ് ദ പ്ലെയിൻ വൈൽ അതർ ഡൗൺ ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു ദി സെൻട്രൽ ആറ്റം. ഇതെന്താണ്? ട്വിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഒരെണ്ണം അപ്പ് ഡയറക്ഷനിലോട്ട് പോകുന്നു, മറ്റൊരെണ്ണം ഡൗൺ ഡയറക്ഷനിലോട്ട് പോകുന്നു അറ്റ് എ ടൈം. ഇനി വാഗിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആറ്റം ഓസിലേറ്റ് ചെയ്യുന്നു, ഒന്നെങ്കിൽ രണ്ടും അപ്പ് ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ രണ്ടും ഡൗൺ ഡയറക്ഷനിലോട്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വാഗിംഗ് എന്ന് വിളിക്കുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ പിക്ചറിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഇൻപ്ലെയിൻ റോക്കിങ്ങും വാഗിങ്, ട്വിസ്റ്റിംഗ് ആൻഡ് സിസറിങ് അത് അടുത്തതിൽ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്തായിരുന്നു? റോക്കിംഗ് ആയിരുന്നു. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് വിത്ത് റെസ്പെക്ട് ടു ദി സെൻട്രൽ ആറ്റം ആയിരുന്നു. നമുക്കിവിടെ റോക്കിംഗ് നോക്കാം. റോക്കിംഗ് കണ്ടോ? ഒരു ഊഞ്ഞാല് പോലെ ഉണ്ട്. സ്വിംഗ് ബാക്ക് ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് വരുന്നു, പിന്നെ ബാക്കിലോട്ട് പോകുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റോക്കിംഗ് എന്ന് വിളിക്കുന്നത്. സ്വിംഗ് ബാക്ക് ചെയ്യുന്നു, ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റിനെയാണ്. ഇതാണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ സ്വിംഗ് ബാക്ക് ടു ഫ്രണ്ട് പോർഷൻ, പിന്നെ തിരിച്ചെന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് വരുന്നു. അതാണ് എന്ത്? റോക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത എന്തായിരുന്നു? സിസറിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഇൻപ്ലെയിൻ ബെൻഡിങ് ഓഫ് എൻ ആറ്റം ഒക്കർ വെർ ദർ മൂവ് ബാക്ക് ആൻഡ് ഫോർത്തിലോട്ട് പോകുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? സിസറിംഗ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, സിസറിങ് കണ്ടോ? രണ്ടും ബാക്കിലോട്ട് പോകുന്നു. ഉണ്ടോ? ഡയറക്ഷൻ നോക്കിയാൽ മതി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിസറിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ട്വിസ്റ്റിംഗ് ആൻഡ് വാഗിങ്. ട്വിസ്റ്റിംഗ് എന്തായിരുന്നു? ട്വിസ്റ്റിംഗ് വൺ ആറ്റം മൂവ് അപ്പ് വൈൽ അതർ വിൽ ഡൗൺ ദി പ്ലെയിൻ. അതിനെയാണ് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഒരെണ്ണം മുകളിലോട്ട്, ഒരെണ്ണം താഴോട്ട്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് രണ്ടും ഒരേ സമയം എന്ത് ചെയ്യുന്നു? മുകളിലോട്ട്. അതുകൊണ്ടാണ് രണ്ടിനും പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ സമയം താഴോട്ടാണെങ്കിൽ എന്ത് വിളിക്കും? നമ്മളിപ്പോൾ നെഗറ്റീവ് സൈനും കൊടുക്കും. അതാണ് ഇത് വിളിക്കുന്നത് വാഗിംഗ് എന്ന് പറയുന്നത്. ഈ പിക്ചർ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സിസറിങ്ങും റോക്കിങ്ങും ട്വിസ്റ്റിങ്ങും വാഗിങ്ങും കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോണത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി ഇൻട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് വൈബ്രേഷണൽ ഫ്രീക്വൻസി ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസിന് വ്യത്യാസം വരും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫോർമുല നമ്മൾ നോക്കി. പിന്നെ അടുത്തത് IR റീജിയനിലെ പ്രധാനപ്പെട്ട 3 റീജിയൻസ് നോക്കി. പിന്നെ എന്താ പറഞ്ഞത്? വൈബ്രേഷണൽ ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ്, സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും അതിൽ വരുന്ന സബ് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു മോളിക്യൂൾ IR റേഡിയേഷൻ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന ക്രൈറ്റീരിയസും പറഞ്ഞു. ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് വൈബ്രേഷണൽ ഫ്രീക്വൻസി. അടുത്തൊരു ടോപ്പിക്കാണ്. അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് the factors responsible for shifting the vibrational frequency from their normal value. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം V0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും അത് V1 എന്ന സ്റ്റേറ്റിലോട്ട് പോകാം, V2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകാം, V3 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് പോകാം. ഇത് ഓരോ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ആണ് ഇതിൻ്റെ. ഈ ഓരോ ട്രാൻസിഷൻ നടക്കാനുള്ള ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഷിഫ്റ്റിംഗ് ദ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഫ്രം ദിയർ നോർമൽ വാല്യൂ. കുറേ റീസൺസ് ഉണ്ട്. പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഫാക്ടേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. 1 കപ്പിൾ വൈബ്രേഷൻ, 2 ഫെർമി റെസൊണൻസ്, 3 ഇലക്ട്രോണിക് എഫക്റ്റ്, 4 ഹൈഡ്രജൻ ബോണ്ടിങ്. ദീസ് ആർ ഓൾ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഷിഫ്റ്റിംഗ് ദ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഫ്രം ദിയർ നോർമൽ വാല്യൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെസൊണൻസ്. അത് ഇപ്പോൾ ഫാക്ടേഴ്സിൽ റെസൊണൻസ് സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു 2 കോമ്പൗണ്ട് എടുക്കുമ്പം അതിൽ ഏത് മോളിക്യൂൾ ആയിരിക്കും റെസൊണൻസ് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യുന്ന ഫിനോമിന എക്സിബിറ്റ് ചെയ്യുന്നത്, അതിന് കൂടുതൽ എന്തുണ്ടാകും? വൈബ്രേഷണൽ ട്രാൻസിഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ IR സ്പെക്ട്രം അബ്സോർപ്ഷൻ റേഡിയേഷൻ അതിന് കൂടുതലായിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ മാത്രം ഓർത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണ്ട. എന്താണ് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിന എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് IR റേഡിയേഷനും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടാകും, അബ്സോർപ്ഷൻ സ്പെക്ട്രം കൂടുതലായിരിക്കും. അതെ, അതിനാണെന്ന് വിളിക്കുന്നത് റെസൊണൻസ് ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് നോക്കുമ്പം അടുത്തൊരു ഫാക്ടറാണ് ഫെർമി റെസൊണൻസ് എന്ന് പറയേണ്ട ഒരു ഫാക്ടർ നമ്മൾ പറയുന്നുണ്ട്.
ഈ ഫെർമി റെസൊണൻസ് എന്താണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കുറച്ച് വേർഡ്സ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ഫെർമി റെസൊണൻസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇന്ററാക്ഷൻ ക്യാൻ ആൾസോ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ആൻഡ് ഓവർടോൺസ് ഓർ കോമ്പിനേഷണൽ ടോൺ വൈബ്രേഷൻസ്. സച്ച് ഇന്ററാക്ഷൻസ് ആർ നോൺ ആസ് ഫെർമി റെസൊണൻസ് എന്നാണ് പറയുന്നത്. ഈ ഫെർമി റെസൊണൻസ് ഈസ് എ ഫാക്ടർ അഫക്റ്റിംഗ് എന്താണ് വൈബ്രേഷണൽ ഫ്രീക്വൻസി അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. എന്താണ് ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫണ്ടമെന്റൽ വൈബ്രേഷൻസ്, ഓവർടോൺസ് ഓർ കോമ്പിനേഷൻ ടോൺ വൈബ്രേഷൻ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് എന്ന് അറിയണം, ഓവർടോൺസ് അറിയണം, കോമ്പിനേഷൻ ടോൺ അറിയണം. എന്നാൽ മാത്രമേ ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഫെർമി റെസൊണൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഫെർമി റെസൊണൻസ് ഈസ് എ ഫാക്ടർ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ റെസൊണൻസ് പറഞ്ഞ പോലെ ഇപ്പൊ റെസൊണൻസ് എക്സിബിറ്റ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസിന് എന്തും ഉണ്ടാകും, IR സ്പെക്ട്രവും അബ്സോർപ്ഷനും ഉണ്ടാകും എന്ന് പറഞ്ഞു. അതേപോലെ അടുത്തൊരു ഫാക്ടറാണ് ഫെർമി റെസൊണൻസ്. അപ്പോൾ ഈ ഫെർമി റെസൊണൻസ് പറയുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമേ എന്താണ് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഒരു മോളിക്യൂൾ ഉണ്ട്. ഇപ്പം ആ മോളിക്യൂൾ നമ്മൾ പറഞ്ഞു ഇപ്പം എന്താണ് V0 സ്റ്റേറ്റിൽ നിൽക്കുകയായിരുന്നത്. ഓക്കെ, അതിൽ നിന്ന് അത് അടുത്ത സ്റ്റേറ്റ് ആയ V1 പോയി, V2 അങ്ങനെ പല ട്രാൻസിഷൻ ഉണ്ട്. V0 നിന്ന് V1 പോയി. ഇപ്പോൾ 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ് ഇത് V0 നിന്നും V1 പോയത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് V0 നിന്നും V1 പോകാനെടുത്ത എനർജി എന്ന് പറയുന്നതാണ്. എത്രയായിരിക്കും? ഇതിപ്പോൾ ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ, ഏകദേശം പറഞ്ഞതേ ഉള്ളൂ. 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് കരുതുക. ഒരു മോളിക്യൂള് IR റേഡിയേഷനെ അബ്സോർബ് ചെയ്തുകൊണ്ട് V0 നിന്നും V1 റേഞ്ചിലോട്ട് പോയി. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഫണ്ടമെന്റൽ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ വൈബ്രേഷൻ ക്ലിയർ ആയി വിചാരിക്കുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂളിന് പല വൈബ്രേഷണൽ ട്രാൻസിഷൻ ഉണ്ട്. V0 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അതിൽ നമുക്കത് V1 പോകാം, V2 പോകാം, V3 പോകാം, ഏത് വൈബ്രേഷണൽ ട്രാൻസിഷനിലോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ ഇത് V0 നിന്നും V1 പോയ ആ ട്രാൻസിഷനിൽ 1400 സെന്റിമീറ്റർ ഉള്ള ഒരു വേവ് നമ്പറിലുള്ള ഒരു IR റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് V0 നിന്ന് V1 പോയെങ്കിൽ അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ വൈബ്രേഷൻ എന്ന പേരിൽ പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഓവർടോൺസ് ഓർ കോമ്പിനേഷണൽ ടോൺ വൈബ്രേഷൻസ് എന്താണെന്ന് നോക്കാം. Factors responsible for shifting the vibrational frequency from their normal value. Factors നോക്കിയാൽ കപ്പിൾ വൈബ്രേഷൻ, ഫെർമി റെസൊണൻസ്, ഇലക്ട്രോണിക് എഫക്റ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ്. അത് നമ്മൾ പറഞ്ഞു. റെസൊണൻസ് എക്സിബിറ്റ് ചെയ്യാൻ കഴിവുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അവയ്ക്ക് എന്തുണ്ടാകും? IR സ്പെക്ട്രം ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുകയും അതേപോലെ തന്നെ IR സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസിയും കൂടുതലായിരിക്കും. ഇനി അടുത്തൊരു ഫാക്ടറാണ് ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെർമി റെസൊണൻസിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ അതെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ വൈബ്രേഷൻസും ഓവർടോൺസ് അല്ലെങ്കിൽ കോമ്പിനേഷണൽ ടോൺ വൈബ്രേഷൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം അതറിയണമെങ്കിൽ എന്താണ് ആദ്യമേ ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് എന്നറിയുക, ഓവർടോൺ എന്താണെന്ന് അറിയണം, കോമ്പിനേഷണൽ വൈബ്രേഷൻസ് എന്താണെന്ന് അറിയണം. അപ്പം അതിനുവേണ്ടി നമുക്കൊരു പിക്ചറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇത് മൂന്നും എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം ഒരു മോളിക്യൂളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ടാകാം, ബെൻഡിങ് വൈബ്രേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഉള്ളതും ആകാം. ആദ്യത്തെ കേസ് നോക്കാം. ഇപ്പോൾ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉള്ളൊരു മോളിക്യൂളാണെന്ന് കരുതുക. അപ്പോൾ അതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് V0 നിൽക്കുന്നത്. അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു? V1 എന്ന് പറയുന്ന അടുത്ത വൈബ്രേഷണൽ ട്രാൻസിഷനിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ എക്സിബിറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ച എനർജി നമുക്ക് E1 എന്ന് ഉപയോഗിക്കാം. അതായത് ഏകദേശം ഇപ്പം സപ്പോസ് ഒരു 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഉള്ള IR റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ടാണത് V0 നിന്നും V1 പോയെന്ന് കരുതുക. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു മോളിക്യൂളിന് സ്ട്രെച്ചിങ്ങോ ബെൻഡിങ്ങോ എന്ത് വൈബ്രേഷനോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ഒരു ഫ്രീക്വൻസിയെ അബ്സോർബ് ചെയ്തുകൊണ്ട് അത് V0 നിന്നും V1 പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. V0 നിന്നും V1 പോകുന്നു. 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു കണക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. ഇനി ഇതേ മോളിക്യൂളിൽ സ്ട്രെച്ചിങ് മാത്രമല്ല ബെൻഡിങ്ങും വൈബ്രേഷൻ ഉണ്ടെന്ന് കരുതുക. അതായത് V0 നിന്നും അത് V1
നമ്മളിപ്പോൾ ഇവിടെ V0 V1 കൊടുത്തു. ഇതിപ്പോൾ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണെന്ന് കരുതുക. ഇതേ മോളിക്യൂളിൽ തന്നെ ബെൻഡിങ് വൈബ്രേഷൻ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്കിതിനെ V0യിൽ നിന്നും V1 പ്രൈം നമ്മൾക്ക് ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ V0 പ്രൈം V1 പ്രൈം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഹാഷ് നോട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ V0യിൽ നിന്നും V1 പ്രൈം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഓക്കെ, ഇനി അതെന്ന് പറയുന്നത് അതിന് നമുക്കപ്പോൾ ഇത് E0 നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതിനെ E0 പ്രൈം എന്ന് കൊടുക്കാം. 1004 അപ്പം ഇതിൻ്റെ അപ്പോൾ E2 എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം എനർജി ഉപയോഗിച്ചെന്ന് പറയുന്നത് രണ്ടും എടുക്കണം അല്ലേ. ഇപ്പം ഇവിടെയാണെങ്കിൽ E1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. 1400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഫ്രീക്വൻസി അബ്സോർപ്ഷൻ റേഡിയേഷനെ അബ്സോർബ് ചെയ്തത് V0യിൽ നിന്നും V1 പോയി, അത്രേ ഉള്ളൂ. പക്ഷേ ഇതേ മോളിക്യൂൾ തന്നെ ബെൻഡിങ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ വൈബ്രേഷനും കൂടെ വരുന്നുണ്ട്, ഒരു കോമ്പിനേഷനും കൂടെ വരണം. അതായത് V0യിൽ നിന്ന് V1 പ്രൈം എന്ന് പറയുന്ന ഒരു വേറൊരു എനർജി, ഇതിപ്പോൾ സ്ട്രെച്ചിങ് ആണെങ്കിൽ ഒരു ബെൻഡിങ് വൈബ്രേഷനും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പത്തിന് ഡിനോട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇവിടെ V0 V1 കൊടുത്തു, ഇവിടെ V0 V1 ഹാഷ് അല്ലെങ്കിൽ പ്രൈം കൊടുക്കാം. അപ്പം അവിടെ ഒരു എക്സ്ട്രാ എനർജിയും കൂടെ അവിടെ ആവശ്യമായിട്ട് വന്നു. അപ്പം E2 എന്ന് പറയുന്നത് ഈ E1ഉം ഇവിടെ ഉപയോഗിച്ച ഈ E1 ഹാഷും കൂടെ ചേരുന്നതായിരിക്കും ടോട്ടൽ വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമ്പിനേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ട്രെച്ചിങ് മാത്രമേ ഉള്ളൂ. 1400 സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് V0യിൽ നിന്ന് V1 പോയി, അതിനെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ വിളിക്കുന്നു. ഈ മോളിക്യൂൾ സ്ട്രെച്ചിങ് മാത്രമല്ല ബെൻഡിങ്ങും ഉണ്ടെങ്കിൽ ഒരു ട്രാൻസിഷൻ എനർജിയും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പം അത് കോമ്പിനേഷൻ ആകും. അതായത് E2 സമം E1 പ്ലസ് E1 പ്രൈം വരും. ഇതിനാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു വാക്കും കൂടെ പഠിക്കണം. നമ്മൾ ഓവർടോൺ എന്താന്ന് പറഞ്ഞു. ഓവർടോൺ എന്ന് പറയുന്നത് ഇപ്പം V0യിൽ നിന്നും V1 പോകും. ഇനി നേരിട്ട് V0യിൽ നിന്നും എങ്ങോട്ട് പോകാം, V2 എന്ന് പറയുന്ന അടുത്ത ട്രാൻസിഷൻ ലെവലിലോട്ട് പോകാം. ക്ലിയർ ആയോ? V0 ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്. ഇപ്പോൾ V0യിൽ നിന്നും V1 പോകാൻ എടുത്തൊരു എനർജിയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ 1400 എന്ന് എടുത്തത്. ഇനി V0യിൽ നിന്നും V2 എന്ന് പറയുന്ന മറ്റൊരു ട്രാൻസിഷനിലോട്ട് പോകാം. അപ്പം ഇതിൻ്റെ ഇരട്ടി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇപ്പോൾ 1400 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 2800 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് V0യിൽ നിന്നും V2 എന്ന് പറയുന്ന ട്രാൻസിഷൻ സ്റ്റേറ്റിലോട്ട് പോയെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നോക്കൂ, V0 to V1 1400 സെൻറ്റിമീറ്റേഴ്സ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. V0യിൽ നിന്നും V2 പോകാൻ എടുക്കുന്നത് ഇതിൻ്റെ നേർ ഇരട്ടി, അതായത് E2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 2E1 എന്ന ആ ഒരു എനർജിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫസ്റ്റ് ഓവർടോൺ എന്നാണ് പറയുന്നത്. സോ എന്താണ് ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആൻഡ് ഓവർടോൺ ഓർ കോമ്പിനേഷണൽ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ഫെർമി റെസൊണൻസ് എന്ന് പറയുന്നത്. ഇതാണ് അടുത്തൊരു ഫാക്ടർ. ഇനി മറ്റൊരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്, നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഇലക്ട്രോണിക് എഫക്റ്റ്. എന്താണ് ഇലക്ട്രോണിക് എഫക്റ്റ് എന്ന് നോക്കാം. ഇലക്ട്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ടേക്ക് പ്ലേസ് വെൻ ദി സബ്സ്റ്റിറ്റ്യൂവൻസ് ഇൻ ദ നൈബർഹുഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ആർ ചേഞ്ച്ഡ്. അതായത് സബ്സ്റ്റിറ്റ്യൂവൻസും അതേപോലെ തന്നെ നൈബറിംഗ് ഗ്രൂപ്പ് ഏതാണോ അവയുടെ ക്യാരക്ടേഴ്സ് അനുസരിച്ചിട്ട് വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും. മനസ്സിലായി? ചേഞ്ച് ഇൻ ദി അബ്സോർപ്ഷൻ ഫ്രീക്വൻസി ഫോർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ടേക്ക് പ്ലേസ് വെൻ ദി സബ്സ്റ്റിറ്റ്യൂവൻസ് ഇൻ ദി നൈബർഹുഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ആർ ചേഞ്ച്ഡ്. സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സ്, അതായത് നൈബർഹുഡിലുള്ള ഏത് പർട്ടിക്കുലർ ഗ്രൂപ്പാണോ വന്ന് ആഡ് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ നേച്ചറും ഒരു ഫാക്ടറാണ്. അത്രേ ഉള്ളൂ. അബ്സോർപ്ഷൻ ഫ്രീക്വൻസി എഫക്ട് ചെയ്യുന്ന മറ്റ് ഫാക്ടറാണ്. ഈ ഒരു മോളിക്യൂളിൽ അതിൻ്റെ നൈബർഹുഡിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ് ഏതാണ് അതിനെ എഫക്ട് ചെയ്തിരിക്കും. ബാക്കി കാര്യങ്ങൾ അതിൽ തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, മീസോമറിക് എഫക്റ്റ് ഉണ്ട്, ഫീൽഡ് എഫക്റ്റ് ഉണ്ട്. ആദ്യമേ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നൈബർഹുഡ് പൊസിഷനിലുള്ളതെങ്കിൽ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് വിൽ കോസസ് പ്ലസ് ഐ എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, പ്ലസ് ഐ എഫക്റ്റും ഉണ്ട്, മൈനസ് ഐ എഫക്റ്റും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വൈബ്രേഷണൽ ഫ്രീക്വൻസി ആണ്. ഒരു ഫാക്ടർ റെസൊണൻസ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ ഫെർമി റെസൊണൻസ് ആണ്. ഫെർമി റെസൊണൻസ് എന്താണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ പറഞ്ഞു, കോമ്പിനേഷണൽ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു, ഫസ്റ്റ് ഓവർടോൺ എന്താണെന്നും പറഞ്ഞു.
ഇനി മറ്റൊരു എഫക്റ്റ് ആണ് ഇലക്ട്രോണിക് എഫക്റ്റ്. അതിൽ തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നുണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റ് തന്നെ +i എഫക്റ്റും ഉണ്ട് -i എഫക്റ്റും ഉണ്ട്. അതായത് നൈബർഹുഡ് പൊസിഷനിലുള്ള ഏതാണോ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അതിന് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അതിനനുസരിച്ചിട്ടും വ്യത്യാസം വരും. ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് അല്ലെങ്കിൽ നൈബർഹുഡ് പൊസിഷനിൽ കിടക്കുന്നതെങ്കിൽ വിച്ച് റിസൾട്ട് ഇൻ ദി ലെങ്തനിങ് ഓർ വീക്കനിങ് ഓഫ് ദി ബോണ്ട് ആയിരിക്കും. അതായത് +i എഫക്റ്റ് ആയിരിക്കും അവിടെ സംഭവിക്കുക. Hence, the force constant is lowered and the wave number of absorption will decrease. അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ +i എഫക്റ്റ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഫോഴ്സ് കോൺസ്റ്റന്റ് കുറഞ്ഞ് വേവ് നമ്പർ കുറയുകയും ചെയ്യുന്നു. അതേസമയം ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റോ ഗ്രൂപ്പോ ആണ് നൈബർഹുഡ് പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ എന്തുണ്ടാകും? -i എഫക്റ്റ് ഉണ്ടാകും, വിച്ച് റിസൾട്ട് ഇൻ ദ ബോണ്ട് ഓർഡർ ടു ഇൻക്രീസ്. ഹെൻസ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ് ഇൻക്രീസ് ആൻഡ് ദ വേവ് നമ്പർ ഓഫ് അബ്സോർപ്ഷൻ റൈസസ്. ഇതിൽ നിന്ന് മനസ്സിലായി ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമോ ഒരു ഗ്രൂപ്പോ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ എന്ത് എഫക്റ്റ് കിട്ടും? -i എഫക്റ്റ് കിട്ടുകയും അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കൂടുകയും ചെയ്യുന്നു. അതേസമയം ആൽക്കൈൽ ഗ്രൂപ്പാണ് അവിടെ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് അല്ലാത്തൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ് അവിടെ ഉണ്ടെങ്കിൽ +i എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അബ്സോർപ്ഷൻ കുറയുകയായിരിക്കും ചെയ്യുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇൻഡക്റ്റീവ് എഫക്റ്റിൽ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കൂടും. അതേസമയം ആൽക്കൈൽ ഗ്രൂപ്പ് പോലത്തുള്ള സബ്സ്റ്റൻസ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കുറയും. അടുത്തത് മീസോമറിക് എഫക്റ്റ്. It causes the lengthening or weakening of a bond leading in the lowering of absorption frequency. ഒരു മോളിക്യൂളിൽ മീസോമറിക് എഫക്റ്റ് വന്നാൽ എന്താ സംഭവിക്കുന്നത്? വീക്കനിങ് ഓഫ് ബോണ്ട് ആയിരിക്കും, അതുവഴി അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കുറയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പം നൈട്രജനും ഓക്സിജനും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നൈട്രജൻ ഓക്സിജനേക്കാളും എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് അല്ലേ? So as the nitrogen atom is less electronegative than oxygen, the electron pairs on the nitrogen atom in amide is more liable and participate more in conjugation. Electronegativity കുറവുള്ളത് കൊണ്ട് തന്നെ അവയായിരിക്കും കോൺജുഗേഷനിൽ കൂടുതൽ പങ്കെടുക്കുക. Due to this greater degree of conjugation, the C double bond or absorption frequency is much less in amide as compared to that of in ester. അതായത് ഇപ്പം നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് ദി ഓക്സിജൻ ആറ്റം. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? കോൺജുഗേഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ഈ കോൺജുഗേഷൻ ഡിഗ്രി ഓഫ് കോൺജുഗേഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഓക്സിജനെ വെച്ച് നോക്കുമ്പോൾ ദ സി ഡബിൾ ബോണ്ടോ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കുറവായിരിക്കും ഇൻ അമൈഡ് വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് ആൻ എസ്റ്റർ. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഫീൽഡ് എഫക്റ്റ്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണെങ്കിൽ ഇപ്പം സബ്സ്റ്റിറ്റ്യൂവന്റ് നൈബർഹുഡിൽ ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് വന്നാൽ -i എഫക്റ്റ് വരും, അബ്സോർപ്ഷൻ ഫ്രീക്വൻസി കൂടുന്ന കാര്യം പറഞ്ഞു. ഇനി ഫീൽഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂവന്റിന് ഓർത്തോ പൊസിഷനിൽ വരാം, പിന്നെന്താണ് മെറ്റാ പൊസിഷനിൽ വരാം, പാരാ പൊസിഷൻസിൽ വരാം അല്ലേ? അങ്ങനെയാണല്ലോ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് കോമ്പൗണ്ട് എങ്കിൽ lone pair of electrons on the two atoms will influence each other through a space interaction and change the vibrational frequency of both the group, and this effect is called field effect. ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ പിന്നെ ഓർത്തോ പൊസിഷനിലാണ് ഇപ്പം സപ്പോസ് 6 ഇങ്ങനെ ഓർത്തോ പൊസിഷനിലാണ് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നതെങ്കിൽ ഇവ തമ്മിൽ എന്തുണ്ടാവുമെന്നാണ് പറയുന്നത്? ദേ വിൽ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ത്രൂ എ സ്പേസ് ഇന്ററാക്ഷൻ. അതുവഴി വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അതിനാണ് ഫീൽഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ മൈനസ് എഫക്റ്റ് വരികയും വൈബ്രേഷണൽ ഫ്രീക്വൻസി കൂടുകയും ചെയ്യുന്ന കാര്യം പറഞ്ഞു. +i എഫക്റ്റ് ആണ് വരുന്നതെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വരിക. പിന്നെ റെസണൻസ് എന്ന് പറയുമ്പം റെസണൻസ് സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്ക് വൈബ്രേഷണൽ ഫ്രീക്വൻസിയും കൂടുതലായിരിക്കും. പിന്നെ ഫെർമി റെസണൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ വൈബ്രേഷൻസും ദാറ്റ് ഇന്ററാക്ട് വിത്ത് ദി കോമ്പിനേഷൻ ആൻഡ് ഓവർടോൺ. അത് മൂന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി സാമ്പിളിംഗ് ടെക്നിക്ക്. IR സ്പെക്ട്രോസ്കോപ്പിയിൽ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ വൈബ്രേഷൻസിന്റെ ഫാക്ടേഴ്സ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന സാമ്പിളിംഗ് ടെക്നിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഫാർ മിഡ് നിയർ IR റീജിയന്റെ സ്പെക്ട്രം ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് IRൽ. അപ്പം അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാമ്പിളിംഗ് ടെക്നിക്ക്. സോളിഡ് സാമ്പിൾസിന് വേണ്ടിയിട്ട് മുൾ ടെക്നിക്ക് ഉണ്ട്, പ്രസ്ഡ് പെല്ലറ്റ് ടെക്നിക്ക് ഉണ്ട്, സോളിഡ് റൺസ് ഇൻ സൊല്യൂഷൻ ഉണ്ട്, സോളിഡ് ഫിലിം ഉണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി സാമ്പിളിംഗ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ മുള്ളുണ്ടാകും, വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ KBR ഡിസ്ക് മെത്തേഡ് എന്ന് പറയും. അപ്പം ഈ മെത്തേഡിനകത്ത്
It is prepared by grinding the sample with KBR. നമ്മുടെ ഏതാണോ നമ്മുടെ അനലൈറ്റ് അല്ലെങ്കിൽ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടത് ആ കോമ്പൗണ്ട് എന്തുമായിട്ട് ഗ്രൈൻഡ് ചെയ്യണം? KBRുമായിട്ട്, പൊട്ടാസ്യം ബ്രോമൈഡുമായിട്ട് എന്ത് ചെയ്യണം? ഗ്രൈൻഡ് ചെയ്യണം. ആൻഡ് കംപ്രസിങ് ദ ഹോൾ ഇൻ ടു എ വേഫർ കേട്ടോ, വേഫർ ഓർ ഡിസ്ക് ആക്കി മാറ്റണം. KBR ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മുടെ സാമ്പിളിനെ എന്താക്കി മാറ്റണം? ഒരു ഡിസ്ക് ഷേപ്പ്ഡ് മെറ്റീരിയലാക്കി മാറ്റണം. പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന KBR എന്തായിരിക്കണം? ഡ്രൈ ആയിരിക്കണം, ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. ഹെൻസ് ഗ്രൈൻഡിങ് ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ ഇൻഫ്രാറെഡ് ലാമ്പ്. ഈ മോയ്സ്ചർനെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്രാറെഡ് ലാമ്പിന്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ദാറ്റ് വിൽ അവോയ്ഡ് ദി കണ്ടൻസേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ. ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ പ്രസൻസിൽ ചെയ്തില്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറിന്റെ കണ്ടൻസേഷന് ചാൻസ് ഉണ്ട്. അതുവഴി മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ബ്രോഡ് അബ്സോർപ്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് KBR ഡ്രൈ ആകണം. ഡ്രൈനെസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് ലാമ്പിന്റെ പ്രസൻസിൽ ഗ്രൈൻഡിങ് ചെയ്തത്. ഗ്രൈൻഡ് ചെയ്ത് എന്താക്കി മാറ്റണം? വേഫർ അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആക്കി മാറ്റണം. ഗ്രൈൻഡിങ് ഈസ് ഡൺ ഇൻ എ മോട്ടോർ പെസിൽ ഓർ എ കൊമേഴ്ഷ്യൽ ബോൾ മിൽ. ഗ്രൈൻഡിങ്ങിന് വേണ്ടി നമുക്കൊന്നെങ്കിൽ മോട്ടോർ പെസിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബാൾ മിൽ യൂസ് ചെയ്യാം. ബോൾ മിൽ, പെബിൾ മിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈസ് റിഡക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി പൂർലി ഗ്രൗണ്ട് മിക്സ്ചേഴ്സ് ലീഡ് ടു ഡിസ്ക് ദാറ്റ് സ്കാറ്റർ ദ ലൈറ്റ് ദാൻ ദേ ട്രാൻസ്മിറ്റ്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് പൂർലി ഗ്രൗണ്ട് മിക്സ്ചേഴ്സ് ആണെങ്കിൽ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പകരം സ്കാറ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ലൈറ്റിന്. സോ പാർട്ടിക്കിൾ സൈസ് എത്ര ആയിരിക്കണം എന്ന് പറയാം? നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ പാർട്ടിക്കിൾ സൈസ് എത്ര ആയിരിക്കണം? 2 മൈക്രോമീറ്റർ ആയിരിക്കണം. മസ്റ്റ് ബി അച്ചീവ് ടു അവോയ്ഡ് ദി സ്കാറ്ററിങ്. അപ്പോൾ ഇതാണ് KBR ഡിസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സാമ്പിളിനെ KBRും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഗ്രൈൻഡ് ചെയ്യണം. എന്നിട്ടൊരു വേഫർ അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അത് അനലൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അനാലിസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന KBR ഡ്രൈ ആയിരിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് എൻഷുർ ചെയ്യാൻ വേണ്ടി ഇൻഫ്രാറെഡ് ലാമ്പ് യൂസ് ചെയ്യുന്ന കാര്യം പറയണം. ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് പെസിൽ അല്ലെങ്കിൽ മോട്ടർ ആൻഡ് പെസിൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബോൾ മില്ലാണ്. പൂർലി ഗ്രൗണ്ട് മിക്സ്ചേഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം? സ്കാറ്റർ ചെയ്യാം. ട്രാൻസ്മിറ്റ് ചെയ്യാതെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പാർട്ടിക്കിൾ സൈസ് 2 മൈക്രോമീറ്റർ ആയിരിക്കണമെന്ന് എൻഷുർ ചെയ്യുക. ഇനി അടുത്തൊരു മെത്തേഡാണ്, പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് മുള്ളിംഗ് ടെക്നിക് എന്ന് പറയും. പേസ്റ്റസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? ബൈ ഗ്രൈൻഡിങ് ദ സാമ്പിൾ വിത്ത് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ. അതായത് മിനറൽ ഓയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു മിനറൽ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മളെ സാമ്പിളിൽ എന്ത് ചെയ്യണം? നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് സ്ക്വീസ്ഡ് ബിറ്റ്വീൻ എ ട്രാൻസ്പെറൻറ്റ് വിൻഡോ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോയ്ക്കിടയിൽ വെച്ച് എന്ത് ചെയ്യണം? സ്ക്വീസ് ചെയ്യണം. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് ഈ ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ ന്യൂജോൾ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുള്ളിംഗ് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്നുള്ളത്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ ന്യൂജോൾ ഈസ് യൂസ് ടു പ്രിപ്പയർ എ ന്യൂജോൾ മിൽ ആൻഡ് വിച്ച് ഈസ് ട്രാൻസ്പെറൻറ്റ് ഓവർ എ വൈഡ് റേഞ്ച് ഇൻ IR സ്പെക്ട്രം. ഈ ഒരു മെത്തേഡിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വൈഡ് റേഞ്ചിൽ അത് നമുക്ക് വേണ്ടുന്ന പീക്കല്ലാതെ അല്ലാതെ എക്സ്ട്രാ കുറേ പീക്കിലൊക്കെ എന്ത് ചെയ്യും? അബ്സോർപ്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് മുള്ളിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇതാണ് ഡിസഡ്വാൻറ്റേജ്. എന്താണ്? ഒരു വൈഡ് റേഞ്ചിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത ചില എക്സ്ട്രാ പീക്സും കൂടി ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്. ലിക്വിഡ് പാരഫിൻ അല്ലെങ്കിൽ ന്യൂജോൾ ആണ് യൂസ്ഡ് ഫോർ മുള്ളിംഗ് ടെക്നിക് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് സോളിഡ് സാമ്പിൾ. അടുത്തൊരു മെത്തേഡാണ് സോളിഡ് ഫിലിം എന്ന് പറയും. സോളിഡ് ഫിലിം എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമ്മൾ സോളിഡ് ഫിലിം ക്യാൻ ബി ഡെപ്പോസ്ഡ് ഓൺ എ NaCl പ്ലേറ്റ് by allowing a solution in a volatile solvent to evaporate drop by drop on the surface of flat. നമ്മുടെ സാമ്പിളിൽ എന്ത് ചെയ്യണം? ഇവാപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു വോളറ്റൈൽ സോൾവെന്റിൽ ആദ്യം ഇടുക. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇവാപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഫിലിമിനെ നമ്മൾ എന്തിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഒരു സോഡിയം ക്ലോറൈഡ് പ്ലേറ്റിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ ആദ്യം നമ്മൾ സാമ്പിളിനെ വോളറ്റൈൽ സോൾവെന്റിൽ എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്തതിന് എന്താക്കി മാറ്റണം? ഒരു സോളിഡ് ഫിലിം ആക്കി മാറ്റണം. പിന്നീട് ആ സോളിഡ് ഫിലിമിനെ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ് പ്ലേറ്റിൽ. ഈ ഒരു മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോളിമേഴ്സ് ആൻഡ് വേരിയസ് വാക്സി ഓർ ഫാറ്റി മെറ്റീരിയൽസ് ഓഫൺ ഗിവ് ആൻ എക്സലന്റ് സ്പെക്ട്ര ഇൻ ദിസ് വേ. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് പോളിമേഴ്സ്, ഫാറ്റി മെറ്റീരിയൽസ്, വാക്സസ് ഒക്കെ നമ്മൾ കൂടുതൽ ഈ ഒരു മെത്തേഡ് സോളിഡ് ഫിലിം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ എക്സലന്റ് ആയിട്ടുള്ള സ്പെക്ട്രാസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അടുത്തൊരു മെത്തേഡാണ് സോളിഡ് റൺസ് ഇൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സോളിഡിനെ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ എന്ത് ചെയ്യണം? ആക്കണം, സൊല്യൂഷൻ ആക്കി മാറ്റണം. ആൻഡ് ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ സെൽ. സാമ്പിൾ സെല്ലിനകത്തോട്ട് വെക്കുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈസൾഫൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ് പോലുള്ളവയാണ്.
എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് സോൾവെന്റ് യൂസ്ഡ് ഇൻ സോളിഡ് റൺസ് ഇൻ സൊല്യൂഷൻ, അതായത് സാമ്പിൾ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന സോൾവെന്റ് ഏതെന്നുള്ളത്. ഏതൊക്കെയാണ്? കാർബൺ ഡൈസൾഫൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ടെട്രാ ക്ലോറൈഡും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ ഇപ്പം IRൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട IRൻ്റെ റീജിയൻസ് ഓർത്തിരിക്കുക, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ്, നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർ ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസ്, പിന്നെ ആസിസറിങ്, റോക്കിംഗ്, ട്വിസ്റ്റിംഗ്, വാഗിങ് പോലുള്ള വൈബ്രേഷൻസ്, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർമി റെസൊണൻസിൻ്റെ എന്താണ് ആ ഒരു ഡെഫിനേഷനും അതിലെ ഓരോ ടേമും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് പോകാം. IR സ്പെക്ട്രോസ്കോപ്പിയിലെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ 2 ടൈപ്പ് IR സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിസ്പെർസീവ് ഗ്രേറ്റിംഗ് സ്പെക്ട്രോഫോട്ടോമീറ്ററും മറ്റൊന്ന് ഫുറിയർ ട്രാൻസ്ഫോം IR സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സും ആണ്. അത് നമുക്ക് ഡിസ്പെർസീവ് ഗ്രേറ്റിംഗ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ഡിസ്കസ് ചെയ്യാം. ഡിസ്പെർസീവ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ്, ഇവിടെ ഇൻസ്ട്രുമെന്റ് പ്രൊഡ്യൂസ് എ ബീം ഓഫ് IR റേഡിയേഷൻ. ഇൻസ്ട്രുമെന്റിൽ നിന്നും ഒരു ബീം ഓഫ് IR റേഡിയേഷൻ പുറത്തോട്ട് വരുന്നു. മിറർ അതിനെ എന്താക്കി മാറ്റുന്നു? ഡിവൈഡ് ചെയ്ത് 2 പാരലൽ ബീമായിട്ട് മാറ്റുന്നു വിത്ത് ഈക്വൽ ഇൻറ്റൻസിറ്റി. സാമ്പിളിനെ എന്ത് ചെയ്യുന്നു? പ്ലേസ്ഡ് ഇൻ 1 ബീം ആൻഡ് അതറിനെ നമ്മൾ സാമ്പിൾ ഈസ് പ്ലേസ്ഡ് ഇൻ 1 ബീം ആൻഡ് അതർ ബീം ഈസ് യൂസ്ഡ് എസ് എ റെഫറൻസ്. നമുക്ക് കിട്ടുന്ന ബീമിനെ മിറർ ഉപയോഗിച്ച് 2 ആക്കി മാറ്റുന്നു. ഒരെണ്ണം സാമ്പിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ഒരെണ്ണം റെഫറൻസ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ബീം ഈസ് ദെൻ പാസ്ഡ് ത്രൂ എ മോണോക്രോമാറ്റർ വിച്ച് ഡിസ്പേഴ്സ് ഇറ്റ് ഇൻ ടു എ കണ്ടിന്യൂസ് സ്പെക്ട്രം. അതിനുശേഷം ഒരു മോണോക്രോമാറ്റിലൂടെ കടത്തിവിടുകയും അത് ഇതിനെ എന്താക്കി മാറ്റുന്നു? ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആക്കി മാറ്റുന്നു. ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു? ദാറ്റ് വിൽ സെൻസസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഇന്റൻസിറ്റി ഓഫ് സാമ്പിൾ ആൻഡ് റെഫറൻസ് ബീം. സാമ്പിളിലൂടെ കടന്നുപോയ IR റേഡിയേഷനെയും റെഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലൂടെ കടന്നുപോയ IR റേഡിയേഷനെയും ആര് ഡിറ്റക്ട് ചെയ്യുന്നു? ഡിറ്റക്ടർ സെൻസ് ചെയ്യുന്നു. ആ കിട്ടിയ ഡിറ്റക്ടറിൽ കിട്ടിയ സിഗ്നലിനെ അവ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ. ഇതിലെ ഇനി അടുത്ത ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ IR റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സുകൾ, റേഡിയേഷൻ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയേഷൻ സോഴ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നേൺസ്റ്റ് ഗ്ലോവർ, ഗ്ലോബാർ സോഴ്സ്, മെർക്കുറി ആർക്ക്, ഇൻകാൻഡസെന്റ് വയർ സോഴ്സ്, ടങ്സ്റ്റൺ ഫിലമെന്റ്. ഓരോ ഇപ്പം UVയിലാണെങ്കിലും അതിൻ്റെ ലൈറ്റ് സോഴ്സ് പഠിക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ IR സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ IR റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സുകൾ അല്ലെങ്കിൽ റേഡിയേഷൻ സോഴ്സുകളാണ് ഇവയെല്ലാം. നേൺസ്റ്റ് ഗ്ലോവർ, ഗ്ലോബാർ സോഴ്സ്, മെർക്കുറി ആർക്ക്, ഇൻകാൻഡസെന്റ് വയർ സോഴ്സ് ആൻഡ് ടങ്സ്റ്റൺ ഫിലമെന്റ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നേൺസ്റ്റ് ഗ്ലോവർ ആണ്. ഇതിനകത്ത് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടർ ഓഫ് റെയർ എർത്ത് ഓക്സൈഡ്സ് ഓഫ് സിർക്കോണിയം, ഇട്രിയം, തോറിയം. ഇത് ചോദിച്ചിട്ടുണ്ട്. റെയർ എർത്ത് ഓക്സൈഡ്സ് യൂസ് ചെയ്യുന്നത് ഏത് ലൈറ്റ് സോഴ്സിലാണെന്നുള്ളത്. ഏതിനകത്താണ്? നേൺസ്റ്റ് ഗ്ലോവറിനകത്താണ് എന്ത് യൂസ് ചെയ്യുന്നത്? റെയർ എർത്ത് ഓക്സൈഡുകളായ ഇട്രിയം, സിർക്കോണിയം, തോറിയം യൂസ് ചെയ്യുന്നത്. അവയാണ് എന്താക്കി മാറ്റുന്നത്? ഒരു സിലിണ്ടർ ഷേപ്പാക്കി മാറ്റുന്നത്. ഡയമീറ്റർ 1 to 2 mm, ലെങ്ത് ഓഫ് 20 mm അപ്രോക്സിമേറ്റ്ലി. പ്ലാറ്റിനം ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു ദ എൻഡ് ഓഫ് സിലിണ്ടർ ദാറ്റ് വിൽ പെർമിറ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ. ഇവ ഹീറ്റ് ചെയ്യുന്നത് എത്ര ടെമ്പറേച്ചർ വരെയാണ്? 1200 to 2200 കെൽവിനിൽ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പം ഇതിൽ നിന്ന് എന്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു? IR റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് റേഡിയേഷൻ സോഴ്സ് ഏതാണ്? നേൺസ്റ്റ് ഗ്ലോവർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റെയർ ആയിട്ട് കാണപ്പെടുന്ന എർത്ത് ഓക്സൈഡുകളായ ഇട്രിയം, സിർക്കോണിയം ആൻഡ് തോറിയം അവയാണ് സിലിണ്ടർ ഷേപ്പിലോട്ട് മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അവയെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. അതുവഴി IR റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് സോഴ്സ് ഈസ് നേൺസ്റ്റ് ഗ്ലോവർ. അടുത്തത് റെയർ എർത്ത് മെറ്റൽസ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, റെയർ എർത്ത് മെറ്റൽസ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം ദേ ഹാവിങ് എ ലാർജ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് occurs when a physical property such as thermal conductivity or electrical resistivity of a material lowers with increasing temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും കുറയുന്ന കോമ്പൗണ്ട്, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് ഏത്? ഇട്രിയവും, സിർക്കോണിയവും, തോറിയവും ഒക്കെ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ഹീറ്റ് ചെയ്യുമ്പം അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് റെയർ എർത്ത് മെറ്റൽ ഓക്സൈഡ്സിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത
ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ഫ്രജൈലാണിത്. ഈ ഒരു നോൺ സ്റ്റിക്ക് ഗ്ലോവർ യൂസ് ചെയ്യുകയാണെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് റേഡിയേഷൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഓക്സിലറി ഹീറ്ററിൻ്റെ ആവശ്യം വരുന്നുണ്ട്, ഓവർ ഹീറ്റിങ്ങിനുള്ള ചാൻസും ഉണ്ട്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് അസോസിയേറ്റഡ് വിത്ത് നോൺ സ്റ്റിക്ക് ഗ്ലോവർ. അടുത്ത പ്രധാനപ്പെട്ട ഒരു IR റേഡിയേഷൻ സോഴ്സ് ആണ് ഗ്ലോബാർ സോഴ്സ്. സിമിലർ ടു ദി നോൺ സ്റ്റിക്ക് ഗ്ലോവർ, ഇതും സിലിണ്ടർ ഷേപ്പിലാണ്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് സിലിക്കൺ കാർബൈഡ് ആണ്. മറ്റേതിൽ ഏതായിരുന്നു? റെയർ എർത്ത് ഓക്സൈഡ്സ് ആയി ഇട്രിയം, സിർക്കോണിയം ആൻഡ് തോറിയം ആയിരുന്നു നോൺ സ്റ്റിക്ക് ഗ്ലോവറിൽ യൂസ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് സിലിണ്ടർ 50 mm, ഡയമീറ്റർ 5 mm. പക്ഷെ ഇതിനെന്താണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. മറ്റേ റെയർ എർത്ത് ഓക്സൈഡ്സ് എന്തായിരുന്നു? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണെന്ത്? ഗ്ലോബാർ സോഴ്സ്. At low temperature, they provide low resistance to the flow current. As the cylinder get heated, the resistance will get increases. ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നല്ലേ പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? As the cylinder get heated, the resistance increases, allowing the conduction of a current. To avoid the excessive heating, ഇവിടെ വാട്ടർ കൂളിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ ഇതിൽ നിന്ന് എന്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു? IR റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന IR റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഏതാണ് സോഴ്സ്? ഗ്ലോബാർ സോഴ്സ്. എന്തുമായിട്ട് സിമിലർ ആണ്? നോൺ സ്റ്റിക്ക് ഗ്ലോവറുമായിട്ട് സിമിലർ ആണ്. കാരണം ഇതും എന്താണ്? സിലിണ്ടർ ഷേപ്പാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന സിലിക്കൺ കാർബൈഡ് ആണ്. അതിലുപയോഗിക്കുന്ന റെയർ എർത്ത് ഓക്സൈഡ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെയാണെങ്കിലോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഗ്ലോബാർ സോഴ്സ് യൂസ് ചെയ്യുമ്പം എക്സസീവ് ഹീറ്റിംഗ് വരാൻ ചാൻസ് ഉള്ളൂ. അത് നമ്മൾ നോൺ സ്റ്റിക്ക് ഗ്ലോവറിലും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞായിരുന്നു, ഓവർ ഹീറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ ഇവിടെ അങ്ങനെ എക്സസീവ് ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടൊരു കൂളിംഗ് നെസസറി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഹൈ ടെമ്പറേച്ചറിലാവുമ്പോഴാണ് IR റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. പക്ഷേ എമിറ്റ് ചെയ്താലും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഇൻറ്റൻസിറ്റി കുറവാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നു. അടുത്ത ഒരു IR റേഡിയേഷൻ സോഴ്സ് ആണ് മെർക്കുറി ആർക്ക് ലാമ്പ്. ഇത് പ്രധാനമായിട്ടും ഫാർ IR റീജിയനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാർ IR റീജിയനിലുള്ള IR റേഡിയേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് മെർക്കുറി ആർക്ക് ലാമ്പ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷർ മെർക്കുറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ക്വാർട്സ് ജാക്കറ്റഡ് ട്യൂബ്. അതുകൊണ്ടാണ് ഇതിനെ മെർക്കുറി ആർക്ക് ലാമ്പ് എന്ന് തന്നെ പേര് വരാൻ കാരണം. ഹൈ പ്രഷറുള്ള മെർക്കുറിയെ നമ്മളൊരു ക്വാർട്സ് ജാക്കറ്റഡ് ട്യൂബിൽ എന്ത് ചെയ്തിരിക്കുന്നു? എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലൂടെ നമ്മൾ എന്ത് കടത്തിവിടുന്നു? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു. ഇന്റേണൽ ഫേസ് സോഴ്സ് അതുവഴി എന്ത് ചെയ്യുന്നു? IR റേഡിയേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു. അതാണ് മെർക്കുറി ആർക്ക് ലാമ്പ്, മെയിൻലി യൂസ്ഡ് ഫോർ ഫാർ IR റീജിയൻ. അടുത്തത് ഇൻകാൻഡസെന്റ് വയർ ലൂപ്പ്. അടുത്തൊരു IR റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ നിക്രോം വയർ. Cylinder in the above source is tightly wound by a spiral wire of nichrome or rhodium and it is electrically heated to 1100 Kelvin. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇതും സിലിണ്ടർ ആണ്. അതിനെ എന്ത് വെച്ച് നമ്മൾ ടൈറ്റ്ലി വൗണ്ട് ചെയ്തിരിക്കുന്നു? നിക്രോം അല്ലെങ്കിൽ റോഡിയം വയർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടൈറ്റ്ലി വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെ നമ്മൾ 1100 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? IR റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തൊരു IR റേഡിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ സോഴ്സ്. ഈ ലേസർ സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എയറിലുള്ള പൊല്യൂട്ടൻസിന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഫാർ IR റീജിയണിൽ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ. അതേപോലെ തന്നെ മറ്റൊരു IR റേഡിയേഷൻ സോഴ്സ് ആണ് ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ്. ഇവിടെ നമ്മൾ ടൈറ്റ്ലി വൗണ്ട് ആയിട്ടുള്ള ടങ്സ്റ്റൺ വയറാണ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും ഫോർ നിയർ IR റീജിയൻ. നമ്മൾ ആദ്യം തന്നെ IR റേഡിയേഷന്റെ 3 റീജിയൻ പഠിച്ചായിരുന്നു, ഫാർ, മിഡ്, നിയർ എന്നും പറഞ്ഞിട്ട്. അതിൽ ഓരോന്നിനും ഓരോ ഫ്രീക്വൻസി ഉണ്ടല്ലോ. ഇപ്പം നിയർ IR റീജിയനിലുള്ള ഫ്രീക്വൻസിയാണ് ആവശ്യമെങ്കിൽ ഏത് ലാമ്പ് യൂസ് ചെയ്യണം? ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ് യൂസ് ചെയ്യണം. അപ്പം പൊല്യൂട്ടൻസ്, എയറിലുള്ള പൊല്യൂട്ടൻസിന് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏതായിരിക്കണം ഉപയോഗിക്കേണ്ട സോഴ്സ്? കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ സോഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇൻകാൻഡസെന്റ് വയർ ലാമ്പാണ്, ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ് ആണെങ്കിൽ ഫോർ നിയർ IR റീജിയൻ ആണ്. മെർക്കുറി ആർക്ക് ലാമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫാർ IR റീജിയനിലുള്ള റേഡിയേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.